സുഖമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ചെറിയ അസുഖമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ നിർത്തുന്നില്ല. മാക്സിമം കഴിയുന്നത് പോലെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തവർക്ക്, ഷെയർ ചെയ്തവർക്ക്, കമൻറ്റ് ചെയ്തവർക്കും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതും എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ മാത്രം ഒരു വെറൈറ്റി കൊഴുക്കട്ടയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനുള്ള മാവ്, അരിപ്പൊടി, പിന്നെ ജീരകം, അരിപ്പൊടി, കുറച്ച് ചിരകിയ തേങ്ങ, ഇച്ചിരി മല്ലിയില, പിന്നെ ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. മുളക്, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും കടുക് വറുക്കുന്നതിന് വേണ്ടി. ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ജീരകം. ഞാൻ ആദ്യമായിട്ട് ഇതിനെ കടുക് വറുക്കാൻ പോവുകയാണ്. ഉള്ളിയും മുളകും എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വാങ്ങാം. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊഴുക്കട്ടയുടെ മാവും ഇൻഗ്രീഡിയൻസ് എല്ലാം തട്ടി കുഴയ്ക്കാൻ പോവുകയാണ്. മാവ്, ജീരകം, തേങ്ങ, മല്ലിയില ഇത്രയും ചേർത്ത് ഉപ്പ് വെള്ളം, കല്ലുപ്പിൻ്റെ നീര് ആവശ്യത്തിന് ഒഴിച്ച്, പച്ചവെള്ളവും ഒഴിച്ച് കുഴയ്ക്കാൻ പോവുകയാണ്. ഞാൻ കുഴച്ച് ഉരുട്ടിയെടുക്കട്ടെ. വെള്ളം കൂടിയാൽ കുഴപ്പമില്ല, മുറുകിക്കോളും. കാരണം വറുത്ത മാവാണ്. അപ്പോൾ മുറിയില്ലെങ്കിൽ വെച്ച് മാവ് ചേർക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ മാവ് നല്ലതുപോലെ മുറുകുമെന്ന്. ഇനി ഞാനിതിനെ ഉരുട്ടി കുഞ്ഞു ബോളായിട്ട് ഉരുട്ടി ആവിയിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇഡ്ഡലിത്തട്ട് ഇലകൾ വെച്ചിട്ട്, മല്ലിയില, കടുവറുത്ത മുളക് എല്ലാം ചേർത്ത്. ഞാൻ ആദ്യം ഒഴിച്ച ഉപ്പ് പാകത്തിന് പാകമായിരുന്നു. വീണ്ടും എനിക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഉപ്പൊഴിക്കുമ്പോഴേ ആദ്യം കുറച്ചൊഴിക്കണം. അപ്പോഴും നമുക്ക് കുറഞ്ഞാലും ചേർക്കാൻ പറ്റും. കൂടിപ്പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടി ഇതിലേക്ക് വയ്ക്കട്ടെ. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്ത് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചു. ഇനി ഇത് വേകുമ്പോഴേക്കും അടച്ചു വയ്ക്കാൻ പോവുകയാണ്. വേകുമ്പോഴേക്കും ഞാൻ എടുത്ത് കഴിച്ചോളാം. എത്ര എണ്ണമുണ്ട് ഞാൻ എടുത്ത് കറക്റ്റ് 8 കൊഴുക്കട്ട. വെറൈറ്റി കൊഴുക്കട്ടയാണ്, നല്ല ടേസ്റ്റായിരിക്കും. ചിലരിത് ദോശപ്പൊടിയും കൂട്ടി കഴിക്കും. എനിക്കൊന്നും കൂട്ടാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിരുന്ന് വേകട്ടെ കേട്ടോ. എൻ്റെ സ്പെഷ്യൽ കൊഴുക്കട്ട വെന്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ കൊഴുക്കട്ടയെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കറിയൊന്നും വേണ്ട. ഈ കൊഴുക്കട്ട എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നാ, ഭയങ്കര ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൊഴുക്കട്ടയും ചായയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ വീഡിയോ ഇട്ടാൽ മതിയെന്ന് നിങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും യാതൊരു കാരണവശാലും വീഡിയോ നിർത്തി കളയരുതെന്ന്. അപ്പോൾ വീണ്ടും ശരീരസുഖം ഇല്ലാതുകൊണ്ട് ഞാൻ കഴിയുന്നത് പോലെയൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.